നമസ്കാരം. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബിനോടാണ്. താങ്കളുടെ കീഴിലുള്ള സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ചാലക്കുടി താലൂക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ചില വ്യക്തികളോട് തിരഞ്ഞുപിടിച്ച് കാണിക്കുന്ന ദ്രോഹങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി പല അപേക്ഷകളും താങ്കൾക്കും താങ്കളുടെ കീഴിലുള്ള സിവിൽ സപ്ലൈസ് കമ്മീഷണർ മുതൽ താഴേക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വരെ പലർക്കും നൽകിയിട്ടും ഇതുവരെയും ഒരു റിപ്ലൈയോ പരാതിയിൽ എന്തെങ്കിലും നടപടിയോ ഉണ്ടാകാത്തതിൽ മാത്രം ഈ മുഖപുസ്തകത്തിൽ കൂടി ഈ വീഡിയോയിൽ കൂടി ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ എന്നോട് കാണിച്ച ദ്രോഹങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. 2025 ഫെബ്രുവരി മാസം ചാലക്കുടി താലൂക്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറായി വയനാട്ടുകാരനായ ഒരു പ്രവീൺ എന്ന് പറയുന്ന TSO ചാർജ് എടുത്തിരുന്നു. ഈ TSO ചാർജ് എടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട്, സാർ എനിക്ക് 2-3 മാസത്തെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ കയ്യിൽ നിന്ന് ചിലവാക്കുന്ന, അതായത് എൻ്റെ റേഷൻ വ്യാപാരിയുടെ കയ്യിൽ നിന്നും എടുത്ത് ചിലവാക്കിയാണ് ആ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 മാസത്തെ പെൻഡിംഗ് ആയി. എനിക്കപ്പോൾ ഫണ്ട് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി സാർ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം, എത്രയും പെട്ടെന്ന് വാങ്ങിത്തരണം, എങ്കിലേ ഈ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ ഞാൻ സാറിനോട് സംസാരിച്ചു. കാരണം ഇത് സർക്കാർ ഫണ്ട് അലോട്ട് ചെയ്ത് മാറ്റിവെച്ച ഒരു പദ്ധതിയാണ്. താലൂക്ക് സപ്ലൈ ഓഫീസർ ഞാൻ കൊടുക്കുന്ന ബില്ലുകൾ വെരിഫൈ ചെയ്ത് കമ്മീഷണറേറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നു, അവിടുന്ന് ഫണ്ട് അനുവദിച്ചു തരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊന്ന് വേഗത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2-3 മാസം പെൻഡിംഗ് ആയി, റേഷൻ വ്യാപാരിയുടെ വരുമാനം വളരെ കുറവാണ്, അപ്പോൾ അതിൻ്റെ പകുതിയോളം എടുത്ത് ചിലവാക്കുന്ന ഈ പരിപാടി സാർ എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. 2025 അദ്ദേഹത്തെ പോയി കണ്ടതിന് ശേഷം ഉണ്ടായ വസ്തുത മറ്റൊന്നാണ്. ഫെബ്രുവരിയിൽ പോയി ആദ്യത്തെ ആഴ്ചകളിൽ പോയി കാണുന്നു. ഫെബ്രുവരി അവസാനത്തെ ആഴ്ച റേഷനിംഗ് ഇൻസ്പെക്ടർ എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഏകദേശം 3:30 നേരത്ത്, അനീഷിൻ്റെ കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. അനീഷിൻ്റെ അറ്റാച്ച് ചെയ്ത കട, അതായത് എനിക്ക് 36-നൊപ്പം 33 എന്നൊരു റേഷൻ കട കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റാച്ച് ചെയ്ത കടയിൽ നിന്നിട്ടാണ് അവരെ വിളിക്കുന്നത്. അനീഷ് എത്രയും പെട്ടെന്ന് കടയിലോട്ട് വരണം, അനീഷിൻ്റെ കട ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ARD 33 എന്ന് പറയുന്ന റേഷൻ കട മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് റേഷൻ താലൂക്ക് സപ്ലൈ ഓഫീസർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു, അത് നടപ്പിലാക്കണം. അനീഷ് ഇത് വാങ്ങിയില്ലെങ്കിൽ അനീഷിൻ്റെ 2 കടയും കളയാനാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനീഷ് വാങ്ങിക്കാതിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഇവിടെ വേഗം വരണം എന്ന് പറഞ്ഞു. ഞാൻ സ്ഥലത്ത് ചെല്ലുമ്പോൾ 2 റേഷനിംഗ് ഇൻസ്പെക്ടർമാർ, ചാലക്കുടി റേഷനിംഗ് ഇൻസ്പെക്ടറും കൊടകര റേഷനിംഗ് ഇൻസ്പെക്ടറും കൂടെ ഉണ്ട്, എനിക്ക് തന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന റേഷൻ വ്യാപാരി ഞാൻ ശ്രദ്ധിക്കുന്ന അപ്പോഴാണ് ഏകദേശം 25 കിലോമീറ്ററോളം അപ്പുറത്ത് റേഷൻ കടയുള്ള റേഷൻ കടയിലേക്കാണ് ഈ കട മാറ്റി കൊടുക്കുന്നത്. അതായത് തൊട്ടടുത്ത് 5, 3, 4, 5, 6 കിലോമീറ്ററിലൊക്കെ 6-7 റേഷൻ കടകൾ ഉണ്ടായിട്ടും ആ കടകൾക്കൊന്നും കൊടുക്കാതെ 22-23 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന പൂത്തെങ്ങയിലുള്ള റേഷൻ വ്യാപാരി ജോയ് എന്ന് പറയുന്ന റേഷൻ വ്യാപാരിയിലേക്കാണ് ഈ കട മാറ്റി കൊടുക്കുന്നത്. അതെന്തോ ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യം, നമുക്കതറിയില്ല. ആ നേരത്തെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഓക്കെ, ഡിപ്പാർട്ട്മെന്റിന് അതാണ് താല്പര്യമെങ്കിൽ, അതായത് നല്ല രീതിയിൽ നടക്കുന്ന റേഷൻ കട ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട. കാരണം അതുവരെയും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റേഷൻ കടയാണ്. ഒരു തരത്തിലുള്ള പരാതികളില്ല, ഒരു തരത്തിലുള്ള പരാതികളും കിട്ടിയതായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റേഷൻ കട ഒരു നോട്ടീസോ ഒരു മെമ്മോയോ ഒന്നും തരാതെ ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റാച്ച് ചെയ്ത റേഷൻ കട എടുത്ത് മാറ്റി ഈ TSO. അതിനുശേഷം ഈ 2000 ഫെബ്രുവരി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് വേണ്ടി വരുന്ന ബില്ലുകളൊന്നും തന്നെ ഇദ്ദേഹം പാസ്സാക്കിയിരുന്നില്ല. ഓരോ മാസവും ഞാൻ അദ്ദേഹം സമീപിക്കും, സാർ എന്തായി എൻ്റെ ബില്ല്, വരുമാനം, ഇപ്പോൾ സാർ ഒരു കട മാറ്റി കളഞ്ഞു, വരുമാനമില്ല, ആകെ ഉള്ളത് 36 എന്ന റേഷൻ കട മാത്രമേ ഉള്ളൂ, അതിൻ്റെ പകുതി ക്യാഷാണ് സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് പോകുന്നത്. ഇപ്പോൾ മാർച്ചായി, ഏപ്രിലായി, മെയ് ആയി, ഓരോ മാസവും ഞാൻ അദ്ദേഹത്തെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പാസ്സാക്കി വരട്ടെ, അന്വേഷണ ഫണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു സപ്ലൈ ഓഫീസർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സംശയിക്കാനോ മറ്റൊന്നും നിന്നില്ല. അദ്ദേഹം എന്നോട് ചെയ്ത ക്രൂരത തന്നെ വളരെയധികം വലിയ ക്രൂരതയാണ്. ഈ പറഞ്ഞ പോലെ റേഷൻ കട 25 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു പരാതിയില്ലായിട്ടും ഒരു മെമ്മ പോലും എനിക്ക് തരാതെയാണ് അദ്ദേഹം മാറ്റിയത്. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിവേചനാധികാരം വിചാരിച്ച് കണ്ണടച്ചിരുന്നു. പക്ഷേ എൻ്റെ ഫണ്ടും തരുന്നില്ല. അങ്ങനെ 2025 തുടങ്ങിയ ഈ പരിപാടി 2026 ഫെബ്രുവരി ആയിപ്പോൾ, ഒരു വർഷമാവാറിയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്താണ് ബില്ലുകളൊന്നും വരാത്തത്? നിങ്ങൾ ഇവിടുന്ന് എല്ലാ മാസം കൊടുക്കുന്നു എന്ന് പറയുന്നു, ഏകദേശം ഒരു വർഷത്തോളം ആയിരിക്കുന്നു, എനിക്ക് ബില്ലുകൾ കിട്ടാതെ ഇതിനുവേണ്ടി മുന്നോട്ട് പോകില്ല, ഇങ്ങനെയാണെങ്കിൽ കട എനിക്ക് അടച്ചിടേണ്ടി വരും, സാർ അതിനൊരു ഉചിതമായ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ, അനീഷിന് വേണമെങ്കിൽ കട നടത്തിയാൽ മതി, അല്ലെങ്കിൽ സർക്കാർ അടുത്ത പരിപാടി നോക്കും. അതായത് എൻ്റെ കയ്യിലെ കാശ് എടുത്ത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് എനിക്ക് സർക്കാർ തരുന്ന വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് ഓരോ മാസവും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് ഈ താലൂക്ക് സപ്ലൈ ഓഫീസർ പറയുകയാണ്, അനീഷ് വേണമെങ്കിൽ നടത്തിയാൽ മതി, അനീഷ് അല്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കിക്കോളൂ, കട ഞങ്ങൾക്ക് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, സസ്പെൻഡ് ചെയ്തോളൂ, കാരണം ഒന്നുകിൽ സാർ ഫണ്ട് എനിക്ക് തരണം, ഒരു വർഷമായി കിട്ടുന്നതിൻ്റെ പകുതി ഇതിനു വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിന് താല്പര്യമില്ലെങ്കിൽ സാർ എന്താണെന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഒരു വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സെക്ഷൻ ക്ലർക്കായ ഷൈജു സാറും കൂടി ഞാൻ കൊടുക്കുന്ന അപേക്ഷകളൊക്കെയും ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കാതെ തങ്ങളുടെ സെക്ഷൻ ക്ലർക്കിൻ്റെ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണത്? ഒരു റേഷൻ വ്യാപാരി തനിക്ക് അർഹതപ്പെട്ട ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി കൊടുത്ത അപേക്ഷകൾ മുകളിലേക്ക് കൊടുക്കാതെ ഒരു വർഷമായി ഇദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്താണ് സാർ അന്വേഷിക്കണ്ടേ? സർക്കാർ എനിക്ക് തരേണ്ട ക്യാഷ്, എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കിയ ക്യാഷ് ഒരു വർഷമായിട്ടും തരാതെ ഈ താലൂക്ക് സപ്ലൈ ഓഫീസറും ഈ റേഷനിംഗ് ഇൻസ്പെക്ടറും ഈ സെക്ഷൻ ക്ലർക്കും കൂടി ഫയലുകൾ സെക്ഷൻ ക്ലർക്കിൻ്റെ അണ്ടറിൽ സൂക്ഷിച്ചു വെച്ച് എനിക്ക് അർഹതപ്പെട്ട നീതി നിഷേധിപ്പിച്ച ഇവരെ എന്താണ് ചെയ്യേണ്ടത് സാർ?
ഇവരെ പോലുള്ളവരാണോ ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്? ഇവരെ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന ഏറ്റവും തലമുതിർന്ന ഉദ്യോഗസ്ഥൻ യാത്രയ്ക്ക് ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരോട് ചെയ്ത വൃത്തികെട്ട നെറികെട്ട പരിപാടികൾ നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരന് നീതി കിട്ടുക? അവിടെ കൊണ്ടും എന്നുള്ള ദ്രോഹമൊന്നും തീർന്നില്ല. പിന്നെയും ഞാൻ പല അപേക്ഷകളൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ ക്യാഷുകളൊക്കെ കിട്ടി. ഇപ്പോഴും കഴിഞ്ഞ 5 മാസമായിട്ട് എൻ്റെ ബില്ലുകൾ പെൻഡിംഗ് ആണ്. ആരാണ് ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഏത് ഉദ്യോഗസ്ഥന്റെ മേശയ്ക്കകത്താണ്? ഏത് ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ്? ഏത് ഉദ്യോഗസ്ഥന്റെ തലയണയ്ക്കുള്ളിലാണ് എൻ്റെ ഈ ഫയലുകൾ എന്ന് അന്വേഷിക്കേണ്ടത്? എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടി ചിലവാക്കിയ ക്യാഷ് അതെങ്ങനെ സർക്കാരിന് തരാതിരിക്കാനാവും? സർക്കാരിന് തരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട്, അവരുടെ താൻപോരിമ, അവരുടെ സ്വജനപക്ഷപാതം, അവരുടെ അഴിമതിയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തതിൽ അതിൽ ആനന്ദിക്കുന്ന ചില നാർസിസ്റ്റ് മനോഭാവം, ഇതൊക്കെ തന്നെയല്ലേ സാർ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പരിഹാരം ഉണ്ടാവേണ്ടേ? ഇതുകൊണ്ടും ഈ കഥ തീരുന്നില്ല. ഇവിടെ മറ്റൊരു സംഭവം കൂടിയും, ഇപ്പോൾ 5 മാസത്തെ ബില്ല് കിട്ടാനുള്ള സംഭവം പെൻഡിംഗ് ആയതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ചാലക്കുടി താലൂക്കിൽ പാട്ടുപാടി നടക്കുന്ന ഒരു റേഷൻ ഇൻസ്പെക്ടർ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊമോഷനായി മറ്റൊരു താലൂക്കിലേക്ക് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടി പോയിരിക്കുകയാണ്. കഴിഞ്ഞ 2023 മുതൽ ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയുമായി ബന്ധപ്പെട്ട് അട്ടർ നോൺസെൻസ് ആയ ഒരു പദ്ധതിയാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. ഞാനിത് പലതവണ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ റേഷൻ ഇൻസ്പെക്ടറുടെ ഒക്കെ പറഞ്ഞ കാര്യമാണ്. മുഴുവൻ മാനുവലായിട്ടാണ് റേഷൻ വിതരണം ഈ പറയുന്ന 36 നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാനുവൽ വിതരണത്തിൽ വരുന്ന റേഷൻ കാർഡുകൾ റേഷൻ മുൻപ് വാങ്ങിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള യാതൊരു സംവിധാനവുമില്ല. ചാലക്കുടി താലൂക്കിലെ റേഷൻ ഇൻസ്പെക്ടർ RCMS നിന്ന് കിട്ടുന്ന ഒരു പ്രിന്റൗട്ടുമായി റേഷൻ കടയിലേക്ക് വരുന്നു. ആ കുറച്ച് 100-100 ചില ചാക്കുകൾ വണ്ടിയിൽ കയറ്റുന്നു, വിതരണത്തിന് കൊണ്ടുപോകുന്നു. വിതരണത്തിന് റേഷൻ വാങ്ങാൻ വരുന്ന ആളുകൾ ഇവർ മുൻപ് റേഷൻ വാങ്ങിയ ആളുകളാണോ എന്ന് തിരിച്ചറിയാൻ സംവിധാനമില്ല. ഈ RCMSലുള്ള ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്ന പല കാർഡുകളും ചിലപ്പോൾ AY ആയിരിക്കും, തന്മാസം AEPD സെർവർ PHH ആയിരിക്കും. PHH തന്നെ തന്മാസം ചിലപ്പോൾ 2 പേരുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ RCMSൽ ഒരു 4 പേരുണ്ടാവും. ഈ RCMSൽ അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ റേഷൻ കടയുടെ കീഴിൽ നിന്ന് അരി വാങ്ങിയിട്ടില്ല എന്നായിരിക്കും RCMS ഉണ്ടാവുക. പക്ഷേ മറ്റ് താലൂക്കുകളിൽ പോയി അരി മേടിച്ച റേഷൻ കാർഡ് ഹോൾഡേഴ്സ് ആയിരിക്കും, മറ്റ് ജില്ലകളിൽ പോയി വാങ്ങിച്ച ആളുകളായിരിക്കും. അപ്പോൾ ഇവരൊന്നും കണ്ടുപിടിക്കാൻ സംവിധാനമൊന്നുമില്ല. അതിനുശേഷം ഈ 300ഓളം വരുന്ന മഞ്ഞ കാർഡുകൾ മുഴുവൻ ബയോമെട്രിക് ആയിട്ട് റേഷൻ വ്യാപാരിയും സെയിൽസ്മാനും കടയിലിരുന്ന് ഈ മെഷീൻ അടിച്ചു കയറ്റാനായിട്ട് 2 മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ ഇവർ മറ്റ് പല കടകളിലും പോയി അരി വാങ്ങും. അങ്ങനെ റേഷൻ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം 2, 3, 4 കിൻഡൽ വരെ ഓരോ മാസം നഷ്ടം വരുന്ന ഒരു അവസ്ഥയാണ് ഈ റേഷൻ കടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഏറ്റവും ആദ്യ കാലങ്ങളിൽ 2023 തുടങ്ങിയ കാര്യമാണ് ഞാൻ സാറിനോട് പറയുന്നത്. ഏറ്റവും ആദ്യ കാലങ്ങളിൽ ഉണ്ടായ വ്യത്യാസം ഒരു 9 കിൻഡലായി. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ 9 കിൻഡലായി വ്യത്യാസം, നമുക്ക് ഇതിൻ്റെ പരിഹാരം വേണ്ടേ? ഞാൻ എല്ലാ മാസവും വാങ്ങുന്ന ആളുകളുടെ പേര് വെച്ച് ഇവിടെ നിന്ന് ഈ നമ്മുടെ സഞ്ചരിക്കുന്ന റേഷൻ കടയിൽ വാങ്ങുന്നു, മറ്റു കടകളിൽ പോയി ബയോമെട്രിക് എൻ്റർ ചെയ്യുന്നതിനോട് മറ്റു കടകളിൽ പോയി വാങ്ങുന്നു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മൂലം ഓരോ മാസവും ഇത്രയധികം നഷ്ടം വരുന്ന കണക്കുകൾ ഞാൻ സാറിന് തരുന്നുണ്ട്. അപ്പോൾ സാറിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ റേഷൻ ഇൻസ്പെക്ടറോട് പറഞ്ഞ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ വ്യത്യാസം ഏകദേശം 12 കിൻഡലാണ് ഉണ്ടായത്. വ്യത്യാസം വന്ന അരി അന്വേഷിച്ച് വാങ്ങിച്ച് വെക്കി. സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് റിപ്ലൈ തിരിച്ച് കിട്ടും, ഒന്നിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അരിയായിട്ട് കിട്ടും. അപ്പോൾ അത് പേടിക്കേണ്ടതില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വ്യത്യാസം വരാത്ത രീതിയിൽ വിതരണം നടത്താമെന്ന് ഈ റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞു. ഏകദേശം 38,000 രൂപ കൊടുത്ത് അരി വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം പിന്നെയും ഈ വ്യത്യാസം തുറന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അരി വാങ്ങാൻ നിന്നില്ല. ഒരു തവണ പിന്നത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വ്യത്യാസം വന്ന അരി സാർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാനത് മേടിച്ച് വയ്ക്കാം. അങ്ങനെ 15,000 രൂപ തന്നു. ആ 15,000 രൂപയ്ക്ക് അരി വാങ്ങിച്ചു വെച്ചു. പക്ഷേ വ്യത്യാസം 2023 ശേഷം വ്യത്യാസം ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. ഞാൻ പരാതികൾ കൊടുക്കാൻ തുടങ്ങി, അപേക്ഷകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വിതരണത്തിന് പോകുന്ന കാശ് തരുന്നില്ല. അതോടൊപ്പം തന്നെ കടയിൽ സ്റ്റോക്കിലും വൻതോതിൽ വ്യത്യാസം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 44 കിൻഡൽ ഡിഫറൻസ് ആയി. ഈ കഴിഞ്ഞ മാസം മെയ് മാസം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് ഒരു കാര്യം ചെയ്യാം, നീ കൊടുത്ത അപേക്ഷകളൊക്കെ നമ്മൾ മുകളിലേക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇതുവരെ ആയിട്ടില്ല, എനിക്ക് ട്രാൻസ്ഫർ ആണ്, അപ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 44 കിൻഡൽ അരി വാങ്ങിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമില്ല, പരാതി നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അരി സാർ മേടിച്ചാൽ സ്റ്റോക്ക് ഓക്കെയാണ്, പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ എനിക്ക് ട്രാൻസ്ഫറിന് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അരി കിട്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ബെന്നി എന്ന് പറയുന്ന ചാലക്കുടിയിലെ അരിമൊത്ത വിതരണക്കാരനെ ഒരു മാനേജർ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കിട്ടാനില്ല എന്നും നീ ഒന്ന് ശ്രമിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ മുൻപ് മേടിച്ചതല്ലേ 38,000 കൊടുത്ത്, അപ്പോൾ 38,000 കൊടുത്ത് എന്നോട് പറഞ്ഞത് സർക്കാർ പിന്നെ ഫണ്ട് തരുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം പറഞ്ഞു ആ കടയിൽ തന്നെ ചോദിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ചാലക്കുടിയിലെ കടയിൽ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അരി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 44 കിലോ അരിയുടെ ഏകദേശം 1,40,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ സാറിനോട് പറഞ്ഞു, സാറും കുഴപ്പമില്ല, ക്യാഷ് പണം വരല്ലേ, പണം പോട്ടെ, നമ്മുടെ കാര്യങ്ങളാക്കട്ടെ, ഞാൻ പണം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അരി വാങ്ങിക്കുന്ന ദിവസം എത്തി. സാർ 90,000 രൂപ ജിപേ ചെയ്തു തന്നു. എന്നിട്ട് പറഞ്ഞു, അനീഷ് കാര്യം ചെയ്യും, ഈ പൈസ അങ്ങനെ തന്നെ കടക്കാരന് കൊടുക്കും, ബാക്കി നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ, ഒരു 2 ആഴ്ച സമയം ചോദിക്കും. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, ഭാര്യ ഗോൾഡ് പണയം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമില്ല, നീ അപ്പോൾ കൊടുക്കുക, 2 ആഴ്ച കഴിയുമ്പോൾ ബാക്കി ക്യാഷ് തരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചാൽ 2 ആഴ്ച കഴിഞ്ഞ് കടക്കാരൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കി ക്യാഷ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. അദ്ദേഹം പറയാണ്, അത് റേഷൻ കടക്കാരൻ ചെയ്യേണ്ട കാര്യമല്ലേ, അത് എൻ്റെ തലയിൽ വെക്കുന്നതിനാ. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് വിതരണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ മാസം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇങ്ങനെ കൂടി 44 കിൻഡൽ വരെ എത്തിയത് ഡിപ്പാർട്ട്മെന്റിന് അപേക്ഷ കൊടുക്കുകയും ഡിപ്പാർട്ട്മെന്റ് സർക്കാരിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കിട്ടും വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് റേഷൻ ഇൻസ്പെക്ടർ പറയുകയാണ്, ഈ പാട്ടുപാടി നടക്കുന്ന റേഷൻ ഇൻസ്പെക്ടർ പറയുകയാണ്, അത് റേഷൻ കടക്കാരന്റെ ഉത്തരവാദിത്തമാണ്, അത് എനിക്കൊന്നും ചെയ്യാനില്ല, അതായത് ബാക്കി ക്യാഷും നീ അടയ്ക്കണം, നിനക്ക് തരാനുള്ള 38,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അതൊക്കെ പോക്കനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം പറഞ്ഞു പോകുന്ന ഒരു റേഷൻ ഇൻസ്പെക്ടർ. ഇതുപോലുള്ള ആളുകളാണ് സാറിന്റെ കീഴിലിരിക്കുന്ന ആളുകൾ. ഒരു റേഷൻ വ്യാപാരിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാനോ, റേഷൻ വ്യാപാരിക്ക് ഉണ്ടാകുന്ന ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് റേഷൻ കടയുടെ കട നടത്തുന്നതിന് റേഷൻ വ്യാപാരി സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് നടത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഫണ്ടുകളും 5 മാസം തരുന്നില്ല. സർക്കാരിന്റെ ഈ റേഷൻ ഇൻസ്പെക്ടറുടെ വീഴ്ച കൊണ്ടുണ്ടാകുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ വിതരണത്തിലുണ്ടാകുന്ന 44ഓളം കിൻഡൽ അരി കുറവ് എല്ലാ മാസവും റേഷൻ ഇൻസ്പെക്ഷൻ എഴുതി വെക്കുന്ന വ്യത്യാസമില്ല എന്നാണ് സാർ.
കാരണം ഞാൻ കൊടുത്ത പരാതികളൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കിട്ടും, അപ്പോൾ വ്യത്യാസമില്ലല്ലോ അനീഷ, അതുകൊണ്ട് നമുക്ക് വ്യത്യാസമില്ല എന്ന് തന്നെ എഴുതി പോകാമെന്ന് പറയുകയും ഇൻസ്പെക്ഷൻ ബുക്കിലൊക്കെ വ്യത്യാസമില്ല എന്ന് എഴുതി പോവുകയും അവസാനം സ്റ്റോക്ക് ഞാൻ തന്നെ എത്തിച്ചു തരാം, നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്കിലും പോലും ചതിച്ച് ഏകദേശം 80,000 രൂപയോളം ആ ഒരു രീതിയിൽ കൂടി ഈ റേഷനിംഗ് ഇൻസ്പെക്ടർ നല്ലൊരു പണി കൂടി നമുക്ക് വെച്ച് തന്നിരിക്കുകയാണ്. ഇതുപോലുള്ള റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ഈ വിതരണ രംഗത്ത് ആവശ്യമുണ്ട് സാർ. താലൂക്ക് സപ്ലൈ ഓഫീസറാണെങ്കിൽ 5 മാസത്തെ ബില്ല് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. റേഷൻ വ്യാപാരി തൻ്റെ കുടുംബം മുന്നോട്ട് പോകുവാനായിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഴിമതിയില്ലാതെ ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൊണ്ട് ഏത് രീതിയിൽ അഴിമതിരഹിത റേഷൻ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പൂർണ്ണമായ രീതിയിൽ സഹകരിച്ച് പോകുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അനീഷ് ഒരു കാര്യം ചെയ്യും, മാനുവലായിട്ട് അടിച്ചെടുത്തോളൂ, നിനക്ക് വ്യത്യാസം വരുന്ന അരി ഇനി ഡിപ്പാർട്ട്മെന്റ് കിട്ടിയില്ലെങ്കിലും നിനക്ക് മാനുവലായിട്ട് അടിച്ച് സ്റ്റോക്ക് റെഡിയാക്കുക എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറയുന്ന റേഷനിംഗ് ഇൻസ്പെക്ടർമാരും താലൂക്ക് സപ്ലൈ ഓഫീസർമാരും. അല്ലാതെ വ്യത്യാസം വരുന്നതിന് പ്രോപ്പറായിട്ട് ഒരു ചാനലിൽ കൂടി പോവുകയും അതിന് സർക്കാർ ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനൊന്നും താങ്കളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സമയവുമില്ല, താല്പര്യവുമില്ല. ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഇതിനൊരു ഡാറ്റ ഓഫ്ലൈൻ ഇപോസ് മെഷീൻ ഓഫ്ലൈൻ പദ്ധതിയിൽ കൂടി ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് കിട്ടുന്നതാ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള സജഷൻസ് ഒക്കെ ഈ വിതരണ രംഗം ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവരോട് സംസാരിച്ചതാണ്. പക്ഷേ ഇവർ അത് മുന്നോട്ട് പോവുകയുണ്ടായില്ല. പകരം റേഷൻ കടക്കാരനെ ഈ കുരുക്കിലേക്ക് എങ്ങനെ ഈ ലൂപ്പ് ഹോളിനുള്ളിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുകയും റേഷൻ കടക്കാരനെ ഇതിൽ നിന്നൊരിക്കലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ റേഷൻ കട ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് ഈ പറയുന്ന പേയ്മെൻറ്റുകൾ കിട്ടാതെ ആയപ്പോൾ ഞാൻ 2 ദിവസം കട അടച്ചിട്ട് എനിക്ക് ഒന്നുകിൽ നിങ്ങൾ ഈ 5 മാസത്തെ ബില്ല് തരണം, റേഷനിംഗ് ഇൻസ്പെക്ടർ തരാനുള്ള ക്യാഷ് തരണം, ഈ 2 കാര്യങ്ങളും ഡിമാൻഡ് ചെയ്തുകൊണ്ട് 3 ദിവസം ഞാൻ റേഷൻ കട അടച്ചിട്ടു. 4-ാം ദിവസം റേഷനിംഗ് ഇൻസ്പെക്ടറും ഈ പറയുന്ന റേഷനിംഗ് ഇൻസ്പെക്ടറും താലൂക്ക് സപ്ലൈ ഓഫീസറും വന്ന് കട സസ്പെൻഡ് ചെയ്യാനുണ്ടായത്. അപ്പോൾ റേഷൻ കടക്കാരന് അർഹതപ്പെട്ട നീതി നിഷേധിക്കുകയും അഴിമതിക്ക് സ്വജനപക്ഷപാതത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു താലൂക്കായി ചാലക്കുടി താലൂക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതുപോലെ മനഃപൂർവ്വം ഒരു റേഷൻ വ്യാപാരിയെ ദ്രോഹിക്കുന്ന റേഷനിംഗ് ഇൻസ്പെക്ടർ ഇതിപ്പോൾ ഏത് താലൂക്കിലായാലും എവിടെയായാലും മറ്റുള്ള റേഷൻ വ്യാപാരികളും എപ്പോഴാണ് ഇതേപോലെയുള്ള കിരാതന്മാരുടെ കെണിയിൽ ചെന്നപ്പെടുക എന്നറിയാത്തതുകൊണ്ട് ഇത്തരം ആളുകളെയൊക്കെ വകുപ്പ് തല അന്വേഷണം നടത്തി ഇവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് സാറിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുണ്ടായത്. അതോടൊപ്പം തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള വീട്ടുകാരാണ് ഈ പറഞ്ഞ ആളുകൾ. കാരണം അവരുടെ മണ്ഡലത്തിലുള്ളതാണ് മുഖ്യമന്ത്രി, അവരുടെ വീടിനോട് വളരെ അടുത്തുള്ള ആളുകളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയോടൊക്കെ പറയണമെന്ന് പല ആളുകളും എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാനായിട്ട് നേരിട്ട് ഇപ്പോൾ താങ്കളോട് ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഈ മുഖപുസ്തകത്തോടുകൂടി താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ പറയുന്ന വിതരണ രംഗം സുഗമമാവാനും അഴിമതിമുക്തമാവാനും ഇത്തരം ആളുകളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സസ്പെൻഷൻ മൂലമോ മറ്റെന്തെങ്കിലും രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് സുതാര്യമാക്കാനുള്ള നടപടികൾ താങ്കളുടെ ഭാഗത്ത് ഉണ്ടാവണം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ചാലക്കുടി താലൂക്കിൽ മറ്റനേകം അഴിമതികൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഞാൻ താങ്കളുടെ അടുത്തേക്ക് അടുത്ത വീഡിയോയിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.